ഞങ്ങളിപ്പോൾ നടത്തിയൊരു മൂകാംബിക യാത്രയുടെ ഒരു ഫുൾ വീഡിയോ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടുള്ളൂ. എങ്കിലും അതൊന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് കുറേ ദിവസമായിട്ട് ആലോചിക്കുക. പല കാരണങ്ങളാൽ നടക്കുന്നില്ല. അതിലൊന്നാമത്തെ കാര്യം ആരോഗ്യ പ്രശ്നം തന്നെ. നല്ലൊരു പനി അടിച്ചതിനാൽ ഒരു കാര്യവും നടക്കാത്തൊരവസ്ഥയുണ്ട്. എന്തായാലും ഇന്നിനി വൈകിക്കുന്നില്ല, മൂകാംബികയിലേക്ക് പോവാം. ഒത്തിരി മണിക്കൂറുകളെടുത്ത് ഒരുപാട് സമയമെടുത്ത് ഞങ്ങൾ മൂകാംബികയിലെ ഈ ഗേറ്റിന് മുമ്പിൽ എത്തുമ്പോഴാണ് ഞങ്ങൾക്കൊരു വലിയ സന്തോഷം തോന്നിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുപാട് ആളുകൾ എത്താൻ കൊതിക്കുന്ന കലയുടെ ഈ കേന്ദ്രത്തിലേക്ക്, ദേവിയുടെ ചൈതന്യത്തിലേക്ക് എനിക്കെത്താൻ പറ്റിയത്. ഒരു ജന്മ പുണ്യം എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയാണ്. ഞങ്ങൾ കസിൻസും കുറേ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് ഈ ഒരു യാത്ര പോയത്. ഒരു ചെറിയ ട്രാവലറിലായിരുന്നു. 10-16 പേരുണ്ടായിരുന്നു. 2-3 കുട്ടികളൊക്കെ ആയിട്ടാണ് യാത്ര നടത്തിയത്. ഒരുപാട് സ്ഥലത്ത് നിർത്തിയും ഇറങ്ങിയും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചുള്ള യാത്ര ആയതിനാൽ തലേദിവസം രാത്രി ഒരു 11 മണിയോടുകൂടി യാത്ര ആരംഭിച്ച് ഞങ്ങൾ എത്തുന്നത് വൈകുന്നേരം 4 മണി 5 മണിയൊക്കെ ഒരു സമയത്താണ്. പിന്നെ വളരെ പെട്ടെന്ന് ഹോട്ടലിൽ കയറി അതിനുശേഷം കുളിച്ച് ഒരു വൈകുന്നേരം ഒരു 6:30-7 ആകുമ്പോഴേക്കും ഞങ്ങൾ മൂകാംബികയുടെ തിരുസന്നിധിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഞങ്ങളെത്തിയതൊരു പൗർണമി ദിവസമാണ്. പൗർണമി ദേവീ ചൈതന്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷാൽ പൂജകളും കാര്യങ്ങളും ഒക്കെ മൂകാംബിക ദേവിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ രഥം വലിക്കുന്ന ഒരു ചടങ്ങുണ്ടാവും. അപ്പോൾ അവിടെ അടുത്ത് നിന്നോളൂ, രഥം വലിക്കാനുള്ള അവസരം ഉണ്ടാവുമെന്ന് ഒരു സെക്യൂരിറ്റി പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ പുറത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. രഥത്തിനരികിൽ തന്നെ കാത്തു നിൽക്കുകയാണ്. ദേവി പ്രദക്ഷിണവുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സകല കലയുടെയും ശക്തിയുടെയും സിദ്ധിയുടെയും ഒക്കെ ചൈതന്യമായ സാക്ഷാൽ മൂകാംബികയമ്മ നമ്മുടെ തൊട്ടടുത്തുകൂടി കടന്നു പോകുമ്പോൾ അതൊരു വലിയ അനുഗ്രഹവും ഭാഗ്യവും അനുഭൂതിയൊക്കെയാണ് ഓരോ ഭക്തനിലും ഉണ്ടാക്കുന്നത്. എന്തായാലും ആ കാഴ്ചയൊക്കെ അടുത്ത് നിന്ന് കാണാൻ പറ്റി. രഥം എഴുന്നള്ളിപ്പിനായിട്ട് ദേവി നിൽക്കുന്ന ഒരു സമയമാണ്. വലിയ തിരക്കാണ് ഇവിടെ. നമ്മൾക്ക് അതിൻ്റെ ഒരു കയറിൻ്റെ ഒരു അറ്റത്ത് പിടികിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രയാസമുള്ളൊരു കാര്യമാണ്. ഞങ്ങളൊക്കെ ഒരു പൊസിഷൻ ചെയ്ത് നിൽക്കുന്നതിനാൽ വീഡിയോ എടുപ്പൊന്നും അത്ര കാര്യമായിട്ട് നടക്കില്ല. അപ്പോൾ രഥം വലിക്കുന്ന ദൃശ്യങ്ങൾ എടുത്തു തരാൻ 2-3 പേരെ നമ്മുടെ കൂട്ടത്തിൽ ആവശ്യപ്പെട്ടെങ്കിൽ അവരൊക്കെ ഈ രഥം വലിക്കാനുള്ള ഒരുക്കത്തിലായതിനാൽ ആ വീഡിയോ കിട്ടിയില്ല. എങ്കിലും നമുക്കതൊരു വലിയ ജന്മപുണ്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ദേവി ഇതാ തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് സർവാഭീഷ്ടപ്രദായിനിയായി സർവൈശ്വര്യദായിനിയായി നിൽക്കുകയാണ്. കണ്ണിന് വലിയൊരു കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാണ് ദേവീ ചൈതന്യത്തെ അടുത്ത് കാണാൻ പറ്റുക എന്നുള്ളത്. ആ ഒരു ഭാഗ്യം ഈ ഒരു യാത്രയിൽ കിട്ടി ഞങ്ങൾക്ക് ആവോളം മതിവരുവോളം. നമ്മുടെ രീതിയിൽ നിന്ന് കുറേയധികം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ആരാധനാക്രമങ്ങളിലെന്ന് എനിക്ക് തോന്നി. ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്. ഈ പൂജകൾക്ക് ഒടുവിലായിട്ട് നമ്മൾ അന്നദാനമൊക്കെ ഉണ്ട് ദേവിയുടെ. അപ്പം ദേവിയുടെ പ്രസാദം നമുക്ക് കഴിക്കാൻ പറ്റും. ചോറാണ്, സാമ്പാറും രസവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്നദാന മണ്ഡപത്തിലേക്ക് നമ്മൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരികെ വരുമ്പോൾ ദേവിയുടെ കഷായ വിതരണം ഉണ്ട്. അതിനുവേണ്ടി വലിയ ക്യൂ ആണ്. വലിയ പ്രത്യേകതയുള്ളതാണ് ഈ ഒരു പാനകം എന്നാണ് കരുതപ്പെടുന്നത്. അതൊരുപാട് ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങളൊരു ചെറിയ പാത്രമൊക്കെ വാങ്ങി അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുകയൊക്കെ ചെയ്തു. വലിയ തിരക്കിന് ശേഷം അത് നമുക്ക് കിട്ടി. നമ്മളത് കഴിച്ചു. നമ്മുടെ ഒരു ചുക്ക് കാപ്പിയുടെ കൂട്ടത്തെ ഒരു രുചിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് വലിയ ക്യൂ ഇവിടെ നമുക്ക് കാണാൻ പറ്റി. ഇതിപ്പോൾ പിറ്റേ ദിവസം പുലർച്ചെ ഒരു 4:30 ഒക്കെ സമയത്തെ കാഴ്ചയാണ്. ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് ദേവീ ദർശനത്തിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. കുറച്ച് ക്യൂവേ ഉള്ളൂ. 5 മണിക്കാണ് ക്ഷേത്ര നട തുറക്കുക.
രാവിലത്തെ ദേവീദർശൻ വളരെ സന്തോഷത്തോടു കൂടി പൂർത്തിയാക്കാൻ പറ്റി. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. സന്തോഷകരമായിട്ടുള്ള മറ്റൊരു ദർശന ദിനം കൂടി ദേവി ഞങ്ങൾക്ക് നൽകി. ദേവിയെ തൊഴുതതിന് ശേഷം രാവിലത്തെ ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം സരസ്വതി മണ്ഡപത്തിലെ പ്രത്യേക പൂജയിൽ എനിക്ക് ഗോവിന്ദനെയും കൊണ്ട് ഇരിക്കാൻ പറ്റി. മുമ്പൊക്കെ നേരിട്ട് എന്ന് നമുക്ക് ഹരിശ്രീയൊക്കെ എഴുതാമെന്നായിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങളോട് വിദ്യാരംഭ ചടങ്ങിനായി വരാൻ അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു. അങ്ങനെ ഞങ്ങൾ കൂപ്പൺ എടുത്തിട്ടാണ് വിദ്യാരംഭ ചടങ്ങ് പോലത്തെ ആ ചടങ്ങിൽ ഗോവിന്ദനെ എനിക്ക് എഴുതിപ്പിക്കാൻ പറ്റിയത്. മോനെ നേരത്തെ തന്നെ ഞങ്ങൾ ദക്ഷിണ മൂകാംബികയിലാണ് എഴുത്തിനിരുത്തിയത്. അതിനുശേഷം വീണ്ടും വർഷങ്ങൾക്ക് ശേഷമാണ് എങ്കിലും മൂകാംബികയിൽ വീണ്ടും ഒരു എഴുത്തിനിരുത്ത് നിയോഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു ജന്മപുണ്യമായിട്ട് തന്നെ കരുതുകയാണ്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മൂകാംബിക അമ്മയെ കണ്ടതിന് ശേഷം ഫോട്ടോസൊക്കെ ആളുകൾ ഒരുപാട് എടുക്കുന്നുണ്ട്. അമ്മയുടെ കൊടിമരത്തിന് മുമ്പിൽ നിന്നുള്ള ഫോട്ടോ, പിന്നെ സെലിബ്രിറ്റീസൊക്കെ ഒരുപാട് വരുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് 2-3 സെലിബ്രിറ്റീസിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവരോടൊപ്പം നിന്നുള്ള ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ഇത് ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ നിന്നുള്ള ഫോട്ടോയാണ് എടുത്തത്. ഞങ്ങളുടെ പേരമ്മയുടെ മക്കളും അവരുടെ മക്കളും ഒക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇവരുടെയൊക്കെ ആദ്യത്തെ യാത്രകളും ചിലരുടെ 2ാമത്തെ 3ാമത്തെയൊക്കെ യാത്രകളും ഒക്കെയാണ്. ഇത് ഞങ്ങളുടെ ഹോട്ടൽ സെൽഫിയാണ്. കിഴക്കേ നടയ്ക്ക് തൊട്ടടുത്തുള്ള വിധാത്രി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. രാവിലെ ഇങ്ങനൊരു സെൽഫി മാൻഡേറ്ററി ആണല്ലോ. അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കുറേ പിക്ചർ എടുത്തു. അതിൽ കുറേ പേര് മിസ്സായി. അവരൊക്കെ പിന്നീട് വലിയ ബഹളമാണ് ഉണ്ടാക്കിയത്. കിട്ടിയവരെ വെച്ചിട്ട് ഞങ്ങൾ സെൽഫിക്കൊക്കെ സമയം കണ്ടെത്തുകയൊക്കെ ചെയ്തു. എന്തായാലും നല്ലൊരു ദർശനാനുഭവം പകർന്ന് നൽകിയൊരു യാത്രയായിരുന്നു. ഇത് മടക്ക യാത്രയാണ്. ഞങ്ങൾ ഇനി നീണ്ട ഉറക്കം, അതിനുശേഷം വീട്ടിലെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊരു യാത്രയിലും ഓർമ്മിക്കാൻ കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ വേണ്ടേ. എന്തായാലും കാസർഗോഡ് കഴിഞ്ഞ് നീലേശ്വരം എത്തിയപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് ഒരു ചെറിയൊരു ട്രബിൾ വന്നു. ഞങ്ങൾ ഹൈവേയിൽ അവിടെ നിർത്തിയിടേണ്ടി വന്നു. അപ്പോൾ ഉണ്ടാക്കിയ ചെറിയ ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്രാ സംഘത്തിലുള്ള ഒരാളാണ് ഇപ്പോൾ ട്രാഫിക് നിയന്ത്രിക്കുന്നത്. അതിനിടയിൽ നമ്മൾ സെൽഫിയും കാര്യങ്ങളും ഒക്കെ മുടക്കുന്നില്ല. നമ്മളവിടെ എൻജോയ് ചെയ്തു. ഒരു വശത്ത് വണ്ടി ശരിയാക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരടക്കം ചെയ്തു തരുന്നുണ്ട്. നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യാനും തുടങ്ങി. ഇത് ഞങ്ങളുടെ മൂത്ത ചേച്ചിയുടെ മകനാണ്. ഇദ്ദേഹം ഞങ്ങളെയൊക്കെ കളിയാക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ പ്രധാന വില്ലനായിട്ട് അവിടെ നിൽക്കുകയാണ്. എന്തായാലും ഒരു 10-15 മിനിറ്റിനകം പ്രശ്നമൊക്കെ പരിഹരിച്ചു. ഞങ്ങൾ നേരെ വീടുകളിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. പിന്നീട് സുഖകരമായിട്ടുള്ള യാത്രയായിരുന്നു. പിറ്റേ ദിവസം 7 മണിയോടുകൂടിയാണ് ഞങ്ങൾ പത്തനംതിട്ട പന്തളത്ത് യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയത്. നല്ലൊരു ദർശൻ്റെ ഓർമ്മകൾ, ഒരുപാട് സന്തോഷം. ഇനി വീണ്ടും ഒരു യാത്രയ്ക്കായി മനസ്സ് നിറയെ ആഗ്രഹമായിട്ടാണ് ഈ യാത്ര പൂർണ്ണമാവുന്നത്.